2040 ഇസ്രായേൽ രാജ്യം തകരും. പ്രവചനവുമായി ആയത്തുള്ള അലി ഖാംനഈ. ഇസ്രായേലിൻ്റെ അന്ത്യം കുറിക്കുന്ന കൗണ്ട്ഡൗൺ ക്ലോക്ക് ഇറാനിൽ. ഒരു രാജ്യത്തിൻ്റെ അന്ത്യത്തിനായി കൗണ്ട്ഡൗൺ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ അന്ത്യം കുറിച്ചുകൊണ്ട് ഇറാനിലെ ടെഹ്റാനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമായ ഫലസ്തീൻ സ്ക്വയർ എന്ന സ്ഥലത്ത് അവിടെ ചെന്നുകഴിഞ്ഞാൽ അവിടെ ഒരു ഡിജിറ്റൽ ക്ലോക്ക് കാണുവാൻ സാധിക്കും. ആ ക്ലോക്കിൽ നോക്കിയാൽ അറിയാൻ സാധിക്കും അതിൽ കുറേ ദിവസങ്ങൾ എഴുതിയിരിക്കുകയാണ്. അത് വെറും ദിവസങ്ങളല്ല, ഇറാനിൻ്റെ ശത്രുരാജ്യമായ ഇസ്രായേലിൻ്റെ അന്ത്യത്തിലേക്കുള്ള കൗണ്ട്ഡൗൺ ആണത്. ഇറാനിൽ വാർഷിക റാലികളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. ഫലസ്തീനികളിലുള്ള പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടും ഇസ്രായേലിനെതിരെ എതിർത്തുകൊണ്ടുമാണത്. ഇത്തരത്തിൽ റമളാനിൽ അവസാനത്തെ വെള്ളിയാഴ്ച ഖുദ്സ് ദിനമായി ആചരിക്കാറുണ്ട്. ഇത് എല്ലാ വർഷവും സംഘടിപ്പിക്കാറുമുണ്ട്. ഇറാനിലെ വിപ്ലവത്തിന് തൊട്ടു പിന്നാലെയാണ് 1979 ഇത്തരത്തിലൊരു പരിപാടി ആദ്യമായി നടന്നത്. ഇസ്രായേലുകാർ ആഘോഷിക്കുന്ന ജെറുസലേം ദിനം അതിനു വിപരീതമായാണ് ഈ ദിനം അവർ ആചരിക്കുന്നത്. ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള മുസ്ലിം ഇതര രാജ്യങ്ങളും ഖുദ്സ് ദിനം നടത്താറുണ്ട്. അന്ന് 25 വർഷത്തിനു ശേഷം ഇസ്രായേൽ രാജ്യം നിലനിൽക്കില്ല എന്ന് ഇറാനിലെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖാംനഈ പ്രവചിക്കുകയുണ്ടായി. അനുസൃതമായി 8412 ദിവസത്തിൽ നിന്ന് താഴേക്ക് എണ്ണുന്ന തരത്തിൽ കൗണ്ട്ഡൗൺ ചെയ്യുന്ന രീതിയിലാണ് ആ ക്ലോക്ക് ക്രമീകരിച്ചിട്ടുള്ളത്. 2040 ആവുമ്പോഴേക്കും ജൂതരാഷ്ട്രമായ ഇസ്രായേൽ ഒന്നും അവശേഷിക്കില്ല എന്ന് അദ്ദേഹം പ്രവചിച്ചു. 2015 ആണവ കരാറിന് ശേഷമാണ് ഇറാൻ്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖാംനഈ ഈ പ്രവചനം നടത്തുന്നത്. ആണവായുധം നിർമ്മിക്കാതിരിക്കുന്നതിനു പകരം അവർക്ക് മേൽ സാമ്പത്തിക ഉപരോധം പിൻവലിക്കാൻ 2015 ലോകരാഷ്ട്രങ്ങളുമായി ഇറാൻ ഒപ്പുവെച്ചു. ഇറാൻ ഒപ്പുവെച്ചുള്ള ആണവ കരാറാണ് ഇറാൻ ആണവ കരാർ എന്ന് പറയുന്നത്. ആ കരാർ പ്രകാരം ഇറാൻ യുറാനിയം സമ്പുഷ്ടമാക്കാനുള്ള പരിധി 300 കിലോ ആക്കി നിശ്ചയപ്പെടുത്തി. അന്താരാഷ്ട്ര ആണവ ഏജൻസി ഉപയോഗിച്ച് ഇറാൻ്റെ ആണവ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ ഉള്ള ശ്രമവും അവർ തുടങ്ങി. ഇതിൽ ലോകത്തിലെ മിക്ക രാജ്യങ്ങളും അമേരിക്കയുമായി സഹകരിച്ചു. ആണവ നിർവാഹ രാജ്യമെന്ന നിലയ്ക്ക് സമാധാനപരമായ ഉപയോഗത്തിന് മാത്രമേ ആണവ പരീക്ഷണങ്ങൾ നടത്താൻ ഇറാന് സാധിക്കുകയുള്ളൂ. എന്നാൽ ആണവ ഏജൻസിയുടെ പരിശോധനയിൽ ഇറാൻ ആണവ ബോംബ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന വിവരം ലഭിച്ചു. ഇറാൻ ആ കണ്ടെത്തലിനെതിരെ നിരാകരിച്ചു എങ്കിലും അവർ നടത്തിയ പരീക്ഷണങ്ങളിൽ സംശയം ഉടലെടുക്കുന്നതായിരുന്നു. തുടർന്ന് ഈ പ്രശ്നം ഐക്യരാഷ്ട്ര സംഘടനയുടെ രക്ഷാസമിതിയെ അറിയിക്കുകയും ചെയ്തു. ഇറാൻ പല പ്രഖ്യാപനങ്ങളും തടസ്സപ്പെടുത്തി. ഇതിൽ ഒന്നായിരുന്നു ഇറാൻ്റെ എണ്ണ വ്യാപാരം. എണ്ണ വ്യാപാരത്തെ തടസ്സപ്പെടുത്തുക എന്നുള്ളത് അമേരിക്ക അവരുടെ തന്നെ ഉപരോധം ശക്തിപ്പെടുത്തി. ഇന്ത്യ പോലെ ഇറാൻ്റെ എണ്ണ ആശ്രയിക്കുന്ന രാജ്യങ്ങളോട് എണ്ണ ഇറക്കുമതി വെട്ടിക്കുറയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. യുദ്ധം ഒഴിവാക്കാനായ ഇറാനെതിരെ ഇന്ത്യ പോലും പങ്കെടുക്കുകയുണ്ടായി.